സോ അത് ഒപ്പം ഇരിക്കുന്നവരെ എന്താ പറയാ, നിങ്ങളൊന്നുമല്ല, നിങ്ങൾ അവിടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല, വയ്യാതെ കിടക്കുന്ന ഞാൻ വന്ന് അവിടെ ഒച്ച ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലേക്ക് ബാക്കിയുള്ളവർക്ക് അത്, ഇപ്പം ഞാൻ പുറത്തിരിക്കുന്ന ഒരു ആളാണ്, എനിക്കത് അങ്ങനെ തോന്നാം. അതായത് ബാക്കി എലിജിബിൾ ആയ 3 പേരൊപ്പം ഉണ്ട്, അവര് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ നോക്കുന്നില്ല, അവര് ഇൻഫോം ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കുന്നില്ല, ഇല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും ആക്ട് ചെയ്യുന്നുണ്ടോ, ഇനി ആക്ട് ചെയ്താലും ഇവർക്ക് ചെയ്യാം, പവർ ടീമാണ്. പക്ഷെ ഒപ്പമുള്ള ആളുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് കൺവേ ചെയ്തോ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഇനി ഒരിക്കലും ഇല്ല. കാരണം റസ്മിൻ നോക്കിയ സമയത്തോടെ എത്ര പേര് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊന്നും റസ്മിൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ പറയാണ്. അപ്പൊ അത് കണ്ടിട്ടില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതിന്റെ പുറകെയാണ് റസ്മിൻ പോയിട്ടുള്ളത്. ഇനി റസ്മിൻ എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഇങ്ങനെ ഒരു ആക്ട് റസ്മിൻ എന്തായാലും കൺട്രോൾ ചെയ്യും. കാരണം ആസ് എ പവർ ടീം മെമ്പർ റസ്മിന്റെ റസ്മിന് അങ്ങനെ ഒരു ആക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതെന്തായാലും റസ്മിൻ കൺട്രോൾ ചെയ്യും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരി നോറ. ഗബ്രി, റീസൺ ആളൊരു നുണയനാണ്, നിലപാടില്ലാത്തവനാണ്. പിന്നെ ജാസ്മിൻ പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഷാഡോ ആയിട്ടും തോന്നിയിട്ടുണ്ട് ഇവിടെ നിന്ന് അത്രയും ദിവസമായിട്ട്. പിന്നെ ഇതിനൊക്കെ ഉപരി ഇവർ പവർ ടീമിലേക്ക് കയറിയ സമയത്ത് ആസ് എ പ്രജ ഒരു കംപ്ലൈന്റ് ചെന്ന് പറഞ്ഞപ്പോ കൊഞ്ഞനം കുത്തി കാണിച്ചു. ഓക്കെ, അത് ആരൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ട പലരുണ്ട്. ഓക്കെ, കൊഞ്ഞനം കുത്തി കാണിച്ചു. കൊഞ്ഞനം കുത്തി കാണിച്ചത് മാത്രല്ല, പേഴ്സണൽ അറ്റാക്ക് ചെയ്തു. അതും ഞാനൊരു ക്രൈ ബേബി ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പേഴ്സണൽ, ഇത് ഒരു പവർ ടീമിന്റെ സൈഡിൽ നിന്നും വരേണ്ട ഒരു റിയാക്ഷൻ ഇതല്ല. ഓക്കെ, റിയാക്ഷൻ ഇതല്ല. പക്ഷെ ഈ ഒരു കാര്യം ചെയ്തു. പിന്നെ ആ ഒരു സമയത്ത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു വെച്ചാല്, ലാലേട്ടന്റെ മുമ്പിൽ എല്ലാവരും കൂടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇവിടെയുള്ള ജിൻഡോ ചേട്ടനും ഗബ്രിക്കും ഒരു ചാൻസ് കൊടുക്കണം എന്നുള്ളത്. ഇവർക്ക് 2 പേർക്ക് ഒരു ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരാളെ സേഫ് ആക്കിയിട്ട് 2 പേരും തെറ്റ് ചെയ്ത ആളാണെന്നുള്ളത് നോക്കണം, 2 പേര് തെറിവാക്ക് യൂസ് ചെയ്ത ആളാണെന്ന് നോക്കണം. അതിൽ ഒരാളെ പവർ ടീമിലേക്ക് കൊണ്ടുപോയിട്ട് സേഫ് ആക്കിയിട്ടുള്ള ഈ വീട്ടിലുള്ള മെജോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ ഒരു പൊറാട്ട നാടകം. ഓക്കെ, പൊറാട്ട നാടകം തന്നെ. എന്നിട്ട് ജിൻഡോ ചേട്ടനെ മാത്രം എന്ത് ചെയ്ത് നോമിനേഷനിലേക്കും കൊണ്ടിട്ടു. ഓക്കെ, എന്നിട്ട് ആ ആൾ അവിടെ കയറി നിന്നിട്ട് പറയുന്ന കാര്യമോ, ഇത്ര ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കാൻ ഇവിടെയുള്ള ആളുകളൊന്നും റോബോട്ട് അല്ല, സ്വിച്ച് ഇട്ട് മാർക്കാൻ എല്ലാം മനസ്സിലുണ്ടാവും ഇതുവരെ ചെയ്തത്. അപ്പൊ ഇത്രയും ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന കള്ളം പറയുന്ന, നിലപാടില്ലാത്ത, സ്വന്തമായിട്ടൊരു തീരുമാനം മുന്നോട്ട് വന്ന് പറയാത്ത ഗബ്രിനെ പോലെയുള്ള ഒരാൾ പവർ ടീമിൽ ഉണ്ടാവുന്നതിനോട് എനിക്ക് അർഹിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല.